മീറ്റ് കറി വെക്കുമ്പോൾ എല്ലാ വീട്ടിലേക്കും സെയിം ഗരം മസാല തന്നെയായിരിക്കും മിക്കപ്പോഴും ചേർക്കുക. ചിക്കൻ കറി വെക്കുമ്പോഴായിരുന്നാലും മട്ടൻ കറി വെക്കുമ്പോഴായിരുന്നാലും ബീഫ് കറി വെക്കുമ്പോഴായിരുന്നാലും എല്ലാ കറികളിലേക്കും സെയിം ഗരം മസാല ചേർക്കും. അപ്പൊ നമ്മുടെ കറികളുടെ ടേസ്റ്റ് ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അപ്പൊ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പലതരത്തിലുള്ള മീറ്റിന് പലതരത്തിലുള്ള ഗരം മസാല. അപ്പൊ അതേപോലെ ചേർത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഇന്ന് ഞാനിവിടെ അതേപോലത്തെ ഗരം മസാലയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ സാധാരണ നമ്മൾ കറികളിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഗരം മസാലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മീറ്റിനുള്ള ഗരം മസാലയും ഏതൊക്കെയെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ സാധാരണ നമ്മൾ കറികളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതാണ് സാധാരണ ഉണക്കമുളക്. ഈ മുളകിന് നല്ല എരിവുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ചിലപ്പോൾ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാശ്മീരി മുളക് ചേർക്കും. ഇതിനെ നമ്മുടെ നാട്ടിൽ പിരിയൻ മുളക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കാശ്മീരി മുളക് എന്ന് പറയാം. ഈ മുളകിന് എരിവ് തീരെ ഉണ്ടാവില്ല. ഈ മുളക് സാധാരണ കറികളിലേക്കൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറികൾക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറിക്കൊക്കെ ഇപ്പോൾ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ നല്ല കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകും കൂടിയിട്ട് ചേർക്കുക. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ കാശ്മീരി ചില്ലി പൗഡർ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്തൊക്കെ ചിലപ്പോൾ അവർ കളർ ചേർത്തിട്ടുണ്ടാവും. പിന്നെ കടയിൽ പോയിട്ട് വാങ്ങുമ്പോഴായിരുന്നാലും അത് പല ക്വാളിറ്റിയിലുള്ളതുണ്ടാവും. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചിലത് ഇങ്ങനെ ഒട്ടും കളറില്ലാണ്ടിരിക്കും, ചിലത് നല്ല വലിപ്പമൊക്കെ ആയിട്ട് നല്ല കളറിലുള്ള നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങാം. അപ്പോഴായിരിക്കും നമ്മുടെ ആ കറിക്ക് ആ നല്ല കളർ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ 2 തരത്തിലുള്ള മുളക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മുളക് ഞാനിവിടെ ഗരം മസാലയുടെ കൂടെ ചേർക്കണില്ല. അത് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ കറിയുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ആയിരുന്നാലും അങ്ങനെ തന്നെ. എനിക്ക് കറി വയ്ക്കുമ്പോൾ ഇപ്പോൾ ഗ്രേവിയിലേക്ക് വെക്കുന്ന കറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ കഷ്കശ് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്, അത് ചേർക്കും. അല്ലെങ്കിൽ കാഷ്നട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടും ചേർക്കും. അപ്പോൾ ഞാനിവിടെ കഷ്കശ് എടുത്തിട്ടുണ്ട്. ഇതിനെയാണ് കഷ്കശ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ നല്ല ചാറിൽ വെക്കുകയാണ്. അപ്പോൾ കറിക്ക് അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോ ചിക്കന് ഈ കഷ്കശ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തണം. ഇത് നന്നായിട്ട് കുതിരണം, എന്നാൽ മാത്രമേ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ളൂ. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലേക്കും സാധാരണ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അമ്മീമ വെച്ചിട്ട് ഇങ്ങനെ അരച്ചിട്ടെടുക്കും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. അപ്പോൾ സാധാരണ കറിക്ക് നല്ല കുറുകി വരാൻ വേണ്ടിയിട്ട് എന്നല്ലെങ്കിൽ ഇതേപോലെ കഷ്കശ് ചേർക്കുക. അല്ലെങ്കിൽ കുറച്ച് കാഷ്നട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട്, കാഷ്നട്ടൊക്കെ ചേർക്കുമ്പോൾ കറിയുടെ ലാസ്റ്റാണ് ചേർക്കാൻ പാടുള്ളൂ. കാരണം കാഷ്നട്ടിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും. പിന്നെ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ കറിയുടെ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കഷ്കശ് ചേർക്കുക, അല്ലെങ്കിൽ കാഷ്നട്ട് ചേർക്കുക. അപ്പോൾ സാധാരണ നമ്മൾ മീറ്റൊക്കെ കറി വയ്ക്കുമ്പോൾ എടുക്കണ ഗരം മസാലകളാണ് തക്കോലം. ഇത് ഇതേപോലെ ഇങ്ങനെ സ്റ്റാറിൻ്റെ പോലെ ഇരിക്കും. ഈ ഗരം മസാല ചേർക്കും. പിന്നെ പെരിഞ്ജീരകം ചേർക്കും. പെരിഞ്ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ ടൈപ്പ് ജീരകം. എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് വലിയ ജീരകം എന്ന് പറയും, അല്ലെങ്കിൽ പെരിഞ്ജീരകം എന്ന് പറയും. പിന്നെ ഏലക്ക, പിന്നെ കറിയാമ്പൂ, പിന്നെ കുരുമുളക്, കറുകപ്പട്ട. ഇത്രയും ഗരം മസാലകളാണ് സാധാരണ നമ്മൾ മീറ്റൊക്കെ കറി വയ്ക്കുമ്പോൾ ചേർക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ജാതിക്ക നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജാതിപത്രി ആയിരുന്നാലും ജാതിക്കയുടെ കുരു ആയിരുന്നാലും നമ്മൾ അധികം ഗരം മസാലയിലൊന്നും സാധാരണ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചിക്കനിലേക്കുള്ള ഗരം മസാലയാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രോയിലർ ചിക്കനുള്ള ഗരം മസാലയും നാടൻ ചിക്കനുള്ള ഗരം മസാലയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. കാരണം ബ്രോയിലർ ചിക്കൻ്റെ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, പക്ഷെ നാടൻ ചിക്കൻ്റെ മീറ്റ് കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ബ്രോയിലർ ചിക്കൻ്റെ ഗരം മസാല നാടൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ബ്രോയിലർ ചിക്കന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഏലക്കായാണ്. കാരണം ബ്രോയിലർ ചിക്കൻ
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത്. ഏലക്കായയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഏലക്കായ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എണ്ണം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഏലക്കായ ആയിരിക്കും, ചിലപ്പോൾ വലിയ ഏലക്കായ ആയിരിക്കും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടില്ല. അപ്പം ഞാനിവിടെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ മെഷറിങ് സ്പൂണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ ഏലക്കായ ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ തരി വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ 1.25 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ തക്കോലം വേണം. തക്കോലം ഞാനിവിടെ എണ്ണത്തിന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ 3 തക്കോലാണ് എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം തരത്തിലുള്ള തക്കോലാണ്. ചില തക്കോലം നല്ല വലിപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തക്കോലങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ചേർക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ ഭയങ്കര ചെറിയ തക്കോലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ചേർക്കാം. ഇനി കറിയാമ്പൂ എടുക്കുക. കറിയാമ്പൂ ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ജീരകം. വലിയ ടൈപ്പ് ജീരകവും 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളകും 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിവിടെ 6 ഗരം മസാലയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് മല്ലിയും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല, മുളകിൻ്റെ പൊടിയും ചേർക്കണില്ല. അത് നമ്മൾ ചിക്കനൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാനിതൊരു ഏകദേശം 1 കിലോ ചിക്കനുള്ള ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഇത്രയ്ക്ക് തന്നെ വേണമെന്ന് അത് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിത് പൊടിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഗരം മസാല ഇപ്പോൾ കറിയുടെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചേർത്താലൊന്നും കുഴപ്പമില്ല. കാരണം ഗരം മസാലയ്ക്ക് അങ്ങനെ ഒരു പച്ച ടേസ്റ്റ് ഇല്ല. ഗരം മസാല എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ പൊടി നമ്മൾ കറിയിലേക്ക് ചേർക്കില്ലേ, നമ്മുടെ എരിവിനനുസരിച്ചിട്ടല്ലേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗരം മസാല അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ 1 കിലോ ചിക്കന് കറക്റ്റ് ഇത്രയ്ക്കെന്ന് നമുക്ക് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ചിക്കനിലായിരുന്നാലും ഇപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കറി വെച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ മീറ്റിന് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഗരം മസാലയിലായിരുന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ചിലപ്പോൾ കുറച്ച് ഗ്രേവിയിൽ എടുക്കും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കും. അപ്പോൾ ഗരം മസാല എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ കറികളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ചിക്കൻ കറിയിലേക്ക് മാത്രമല്ല ഏത് കറിയിലേക്ക് ആയിരുന്നാലും ഫസ്റ്റ് നമ്മൾ കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് തോന്നാണ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ ഗരം മസാലയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ലേന്ന്. ഗരം മസാലയ്ക്ക് അങ്ങനെ ഒരു പച്ച ടേസ്റ്റ് ഇല്ല. ചൂടായാലും ചൂടാക്കാണ്ടിരുന്നാലും ഒക്കെയും സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കറിയിലേക്ക് ഇടുമ്പോൾ ആ ഗ്രേവി ആയിട്ട് അങ്ങോട്ട് ചേരുമ്പോൾ ആ ടേസ്റ്റിലുള്ള വ്യത്യാസം വരുമെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇത് മുഴുവൻ ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ മുഴുവൻ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് പൊടിച്ചെടുക്കാൻ പോണതിന് മുമ്പ് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മസാല നമ്മളങ്ങോട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നാലും നല്ല സ്മെല്ലായിരിക്കും ഇതിൻ്റെ. അപ്പോൾ എപ്പോൾ ഗരം മസാല പൊടിക്കുമ്പോഴായിരുന്നാലും നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഓയിലൊന്നും ഒഴിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഗരം മസാല ബാക്കി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് വയ്ക്കുക. അപ്പോൾ എപ്പോഴും കുറേശ്ശെ പൊടിച്ചിട്ട് വയ്ക്കുക. കാരണം കുറേ പൊടിച്ച് വെച്ചാലും അതിൻ്റെ സ്മെല്ല് നമ്മളിപ്പോൾ എപ്പോഴും തുറക്കി അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ബ്രോയിലർ ചിക്കന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് നാടൻ ചിക്കൻ കറി വയ്ക്കാനുള്ള ഗരം മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നാടൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ആ മീറ്റ് കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ സാധാരണ ഞാൻ ഹാർഡായിട്ടുള്ള മീറ്റൊക്കെ വയ്ക്കുമ്പോൾ പെരിഞ്ജീരകം കൂടുതൽ ചേർക്കും. കാരണം പെരിഞ്ജീരകം എന്ന് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചിങ്ങനെ റഫായിട്ടിരിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ പെരിഞ്ജീരകം ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് എടുക്കുന്നത്, ടീസ്പൂണിലല്ല എടുക്കുന്നത്, ടേബിൾ സ്പൂണിൽ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഏലക്ക ഞാനിവിടെ ടീസ്പൂണിലാണ് എടുക്കുന്നത്. ഏലക്കായ 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. കാരണം ഏലക്കായ കുറച്ച് മതി. കാരണം ഈ ഏലക്കായയുടെ ടേസ്റ്റ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു മധുരത്തിൻ്റെ പോലത്തെ ടേസ്റ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് സാധാരണ അങ്ങനത്തെ മീറ്റിനൊക്കെ ഞാൻ ഏലക്കായ വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ. പിന്നെ കറിയാമ്പൂ ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്.
പിന്നെ തക്കോലം ഞാനിവിടെ ബ്രോയിലർ ചിക്കൻ എടുത്തേക്കണ അത്രയ്ക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഇതേപോലത്തെ 3 എടുത്തേക്കുന്നത്. അപ്പോൾ വലിയ ടൈപ്പ് തക്കോലയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചേർത്താൽ മതി. കാരണം ഇതിന് അത്രയ്ക്കാണ്ട് വലിപ്പമില്ല. പിന്നെ ചിലർ പറയാറുണ്ട് ഈ തക്കോലത്തിൻ്റെ ഉള്ളിലെ ഈ കുരു കളഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന് സുഖം ഉണ്ടാവില്ല എന്നൊന്നും. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, ഞാൻ സാധാരണ അങ്ങനെ കളയാറില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ കളയാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളയാം. പിന്നെ കുരുമുളകായിരുന്നാലും കൂടുതൽ ചേർക്കുന്നുണ്ട്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ പെരുംജീരകവും കൂടുതൽ ചേർത്തിട്ടുണ്ട്, കുരുമുളകും കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട ഇത്രയ്ക്ക് വലിപ്പമുള്ളത് ചേർത്തേക്കുന്നത്. അത് നമ്മൾ കറുകപ്പട്ട എടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചിലതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലതിന് ടേസ്റ്റ് വളരെ കുറവായിരിക്കും. ഞാൻ സാധാരണ കറുകപ്പട്ടയ്ക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കറുകപ്പട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നാടൻ ചിക്കന് ഞാനിവിടെ ഗരം മസാല എടുത്തേക്കുന്നത് ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇതായിരുന്നാലും നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടിടുക. എന്നിട്ട് കറിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കനോളതാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് മട്ടനിലേക്കുള്ള ഗരം മസാല എന്തോരം വേണമെന്ന് നോക്കാം. മട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടിറച്ചിക്ക് ഒരു മുഷ്ക് മണ്ണുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ആട്ടിറച്ചി കറി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? കുരുമുളകും കൂടുതൽ ചേർക്കും, വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കും, പച്ചമുളകും നന്നായിട്ട് ചേർക്കും. മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ 3 കൂട്ടം സാധനങ്ങളാണ് സാധാരണ ആട്ടിറച്ചിയിൽ നന്നായിട്ട് ചേർക്കുക. അപ്പോഴായിരിക്കും ആട്ടിറച്ചി കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുരുമുളക് ഇടുക. കുരുമുളക് ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് കൂടുതൽ ചേർക്കുമ്പോൾ കറിയിലേക്ക് മുളകിൻ്റെ പൊടി കുറച്ച് മാത്രം ചേർത്താൽ മതി. പച്ചമുളകും കൂടുതൽ ചേർത്തോ, വെളുത്തുള്ളിയും കൂടുതൽ ചേർത്തോ. പിന്നെ പെരിഞ്ജീരകവും നന്നായിട്ട് ചേർക്കും. പെരിഞ്ജീരകം ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കോലം ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതേപോലത്തെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലുതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. കറിയാമ്പൂ ചേർക്കുക. കറിയാമ്പൂ ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം കറിയാമ്പൂ എപ്പോഴും നമ്മൾ വളരെ കുറച്ച് ചേർക്കുള്ളൂ. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വേറിട്ട പോലെ നിൽക്കും. 1/2 ടീസ്പൂൺ ചേർക്കുക. ഇനി ഏലക്കായ ചേർക്കുക. ഏലക്കായ ഞാനിവിടെ വളരെ കുറച്ച് ചെറുതായിട്ടൊരു സ്മെല്ലിന് മാത്രമേ ചേർക്കണുള്ളൂ. ഞാനിവിടെ ഒരു 3 മാത്രമേ ചേർക്കണുള്ളൂ. കാരണം ഏലക്കായ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ കറുകപ്പട്ട വേണം. കറുകപ്പട്ട ആയിരുന്നാലും മറ്റുള്ള മീറ്റിനെ വെച്ചിട്ട് നോക്കുമ്പോൾ കറുകപ്പട്ട ഈ ആട്ടിറച്ചിയിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരുപാട് കൂടുതലല്ല. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ആട്ടിറച്ചിയിലേക്ക് ഞാനിവിടെ ഇത്രയ്ക്കും ഗരം മസാലയാണ് എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ആ കറി റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ആട്ടിറച്ചിയിൽ നന്നായിട്ട് ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബീഫ് കറി വയ്ക്കുമ്പോൾ അതിലേക്ക് വേണ്ട ഗരം മസാല എന്തെങ്കിലും നോക്കാം. ഞാനിവിടെ തക്കോലം എടുത്തിട്ടുണ്ട്. തക്കോലവും ഞാനിവിടെ ഒരു 3 എടുത്തേക്കുന്നത്. കുരുമുളക് ഞാനിവിടെ കുരുമുളക് ഞാനിവിടെ 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിലല്ല കേട്ടോ എടുത്തേക്കുന്നത്, ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത്. പിന്നെ പെരിഞ്ജീരകം ആയിരുന്നാലും ബീഫിൽ കൂടുതൽ ചേർക്കണം. കാരണം പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ബീഫിന് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറിയാമ്പൂ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ടീസ്പൂണും ടേബിൾ സ്പൂണൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റൊക്കെ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിന് അധികം വിലയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നാലും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അധികം വിലയൊന്നുമില്ല. കടയിൽ പോയിട്ട് ഇതേപോലെ മെഷറിംഗ് സ്പൂൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. നമ്മുടെ നാട്ടിലേക്ക് പോയാലും ലേഡീസ് സെൻറ്ററിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവിടെയൊക്കെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിലേക്ക് എന്തായിരുന്നാലും ഉണ്ടാവും. കറുകപ്പട്ട ആയിരുന്നാലും ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ ബീഫിലേക്ക് 5 കൂട്ടം ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗരം മസാലയുടെ കുറവുണ്ട്.
ഏലക്കായ ചേർത്തിട്ടില്ല. കാരണം ബീഫിലേക്ക് ഏലക്കായ ചേർക്കാത്ത ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ബീഫിലേക്ക് നമുക്ക് ഇത്രയ്ക്ക് എടുക്കുക. അപ്പോൾ എല്ലാ ഗരം മസാലകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ട് കറിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ മീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എടുത്തേക്കുന്നത്. പക്ഷേ ചിലപ്പോൾ 1 കിലോ ഇത് ഫുള്ളായിട്ട് 1 കിലോ മീറ്റിൻ്റെ ചിലപ്പോൾ ഇത് ആവശ്യം വരില്ല. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് കറി ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ ഗരം മസാല ടേസ്റ്റ് കുറച്ചും കൂടി വേണമല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ആയിരുന്നാലും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ താറാവിലേക്കുള്ള ഗരം മസാല ഞാൻ സാധാരണ നാടൻ കോഴിയിലേക്ക് നമ്മൾ ചേർത്ത് കണ്ടില്ലേ, ആ സെയിം ഗരം മസാല തന്നെയാണ് താറാവിലേക്കും ഞാൻ ചേർക്കാറ്. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ആരും പറഞ്ഞു തന്നതല്ല. ഇത് എൻ്റെ മനസ്സിൽ ഞാൻ കുക്കിങ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ മീറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇന്ന ഗരം മസാല ചേർക്കണമെന്ന്. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗരം മസാലയാണ് സാധാരണ ഓരോ മീറ്റും കറി വയ്ക്കുമ്പോൾ ചേർക്കുക. എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഗരം മസാല പൊടിച്ച് വെക്കില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പൊടിച്ചത് ബാക്കിയുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആ കറി വയ്ക്കാൻ പോണ സമയത്ത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് പൊടി കഴിയും. കാരണം ഞാൻ സാധാരണ സവോളയും സാധനങ്ങളൊക്കെ വഴറ്റാനിട്ടിട്ടായിരിക്കും ഗരം മസാല പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ നല്ല സ്മെല്ലോട് കൂടിയിട്ടാണ് ചേർക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആയിരുന്നാലും ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ പറയും നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയൽവക്കത്തുള്ളവർ വരെ പറയും നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഗരം മസാലയുടെ സ്മെല്ല് വന്നല്ലോ എന്ന്. അത്രയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും. ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ചിട്ട് ചേർക്കും.